എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലാസ്സാണിത്. സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രാക്ടീസ് നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സെഷൻസ് ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. 10 നമ്മൾ ആദ്യം വായിക്കും, രണ്ടാമത് ഓരോന്നായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിമോചന സമരത്തിന് കാരണമായത് വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല് എന്നിവയാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എഴുതിയിട്ട ഒരു ടെസ്റ്റ് പോലെ ആവും അത്. അപ്പോൾ വിമോചന സമരത്തിന് കാരണമായത് വിദ്യാഭ്യാസ ബില്ലും അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് ബില്ലും ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. എലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് താഴെ ഇറക്കിയ സമരമാണ് വിമോചന സമരം. അപ്പോൾ അതിന് കാരണമായ ബില്ല്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ബില്ല് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ബില്ലും അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് ബില്ലും എന്നാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നേതൃത്വം നൽകിയത് ആനി ബസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. 1916. റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. മൂന്നാമത്തേത്, കോൺഗ്രസിന് ഉള്ളിൽ തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി താല്പര്യപ്പെട്ടത്. ശരിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ താഴെ ഒരു അംബ്രല്ല പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും കോൺഗ്രസിൻ്റെ താഴെ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കാനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി താല്പര്യപ്പെട്ടത്. അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തേത്, സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയത് EK നായനാറാണ്. EK നായനാറാണ് സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അഞ്ചാമത്തേത്, കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. എയർ വാട്ടർ പൊല്യൂഷനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ. 6, നീലം കലാപം നടന്നത് ബീഹാറിലാണ്. ഇൻഡിഗോ റിവോൾട്ട്, ബീഹാർ. ഏഴാമത്തേത്, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു ആയിരുന്നു. ലോർഡ് ഇർവിൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ 1928 എത്തിയപ്പോൾ. 1928 എത്തിയത്. സൈമൺ കമ്മീഷൻ വന്ന സമയത്ത് വൈസ്രോയ് ഇർവിൻ പ്രഭു ആയിരുന്നു. അന്ന് രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത്. എട്ടാമത്തേത്, കോൺഗ്രസിനെ കുറിച്ച് യാചക സ്ഥാപനം എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. ബെഗ്ഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്തത് അരബിന്ദോ ഘോഷാണ് എന്നാണ് എട്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഒമ്പതാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1939 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. വേദി ത്രിപുരയാണ്. വെന്യൂ എന്ന് പറയുന്നത് ത്രിപുരിയാണ്. ത്രിപുരയല്ല, ത്രിപുരിയാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ത്രിപുരി മധ്യപ്രദേശിലാണ്. പത്താമത്തേത്, ഗദർ എന്ന പദത്തിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദർ പാർട്ടി എന്ന് കേട്ടില്ലേ? ഗദർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിപ്ലവം എന്നാണ്. അപ്പോൾ ഇതാണ് 10 സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തേത് നോക്കാം. വിമോചന സമരത്തിന് കാരണമായത് വിദ്യാഭ്യാസ ബില്ല്, ലാൻഡ് റിഫോംസ് ബില്ല് അഥവാ ഭൂപരിഷ്കരണ ബില്ല് എന്നിവയാണ് എന്നാണ് ചോദ്യം. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വിമോചന സമരത്തിന് കാരണമായത് ഇത് രണ്ടും തന്നെയാണ്. ലാൻഡ് റിഫോംസ് ബില്ല് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബില്ലും ആണ് ആ സമയത്ത് വിമോചന സമരത്തിന് കാരണമായത്. 2, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസൻ്റ് ആണ്. ശരിയാണോ? ശരിയാണ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. നേതൃത്വം നൽകിയത്, ലീഡർഷിപ്പ് ആനി ബസൻ്റിൻ്റെ ആയിരുന്നു. മൂന്നാമത്തേത്, കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കാനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി താല്പര്യപ്പെട്ടത്. ശരിയാണോ? CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെയാണോ തീരുമാനിച്ചിരുന്നത്? അതും ശരിയാണ്. കാരണം ആ കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് 1947 മുംബൈയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല പാർട്ടി പോലെയാണ്. പല തരത്തിലുള്ള സബ് പാർട്ടീസും അതുപോലെ തന്നെ താഴെയുള്ള ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആശയങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നാലാമത്തേത്, സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയത് EK നായനാറാണ്. ആണോ? അല്ല, ഇത് ഉമ്മൻചാണ്ടിയാണ് നടപ്പിലാക്കിയത്. ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിലെ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ശരിയാണോ? ശരിയാണ്. നീലം കലാപം നടന്നത് ബീഹാറിലാണോ? ചമ്പാരൻ ബീഹാറിലാണ്. അതുമായി ബന്ധപ്പെട്ടതാണോ നീലം കലാപം? അല്ല.
ഇൻഡിഗോ റിവോൾട്ട് ബംഗാളിലാണ് ഇൻഡിഗോ റിവോൾട്ട് നടന്നത്. അപ്പോൾ തെറ്റല്ലേ? 6ാമത്തെ തെറ്റാണ്. 7ാമത്തേത് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭുവായിരുന്നു. 1927 സൈമൺ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 28 ഇന്ത്യയിലെത്തിയത് വൈസ്രോയ് ലോർഡ് ഇർവിനായിരുന്നു. 8ാമത്തേത് കോൺഗ്രസിനെ കുറിച്ച് യാചക സ്ഥാപനം എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. ദ ബെഗ്ഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു. ബെഗ്ഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ശരിയാണ്. 8ഉം ശരിയാണ്. 1939 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസാണ്. വേദി ത്രിപുരയാണെന്ന് പറഞ്ഞു. 2 ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ത്രിപുരി മധ്യപ്രദേശിൽ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് 1939. ശരിയാണ്. 2 ശരിയാണ്. ഗദർ എന്ന പദത്തിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ശരിയാണ്. അപ്പോൾ ഇന്നത്തേത് വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടി അറിയാവുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്നത്. 1 ഈസിയാണ്, 2 ഈസിയാണ്, 3 കുഴപ്പമില്ലാത്തതാണ്, 4 ഈസിയാണ്, 5 ഈസിയാണ്, 6 ഈസിയാണ്, 7 ഈസിയാണ്, 8 ഈസിയാണ്, 8 കുഴപ്പമില്ലാത്തതാണ്, 9 ഇത്തിരി ടഫാണ്, 10ഉം ഈസിയാണ്. അപ്പോൾ ഇന്ന് കട്ട് ഓഫ് നിശ്ചയിക്കുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കട്ട് ഓഫ് നിശ്ചയിക്കുമ്പോൾ 7 മാർക്ക് ഔട്ട് ഓഫ് 10 ആണ് നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് 7 ഔട്ട് ഓഫ് 10. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ കാണാം. ബൈ. ടേക്ക് കെയർ.